ഹലോ മക്കൾസ്, അസ്സലാമു അലൈക്കും. ഇന്ന് റംസാനിട്ട്. അപ്പോൾ റംസാനിട്ടിലെ കുറച്ച് വിശേഷങ്ങളായല്ലോ. ഇന്നത്തെ പ്രധാന വിശേഷം എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കി ഇന്നത്തെ ദിവസം. ഈ റംസാൻ ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാവും. എന്തെങ്കിലും സ്നാക്സ്, ഒരു വെറൈറ്റിയൊക്കെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ അതിലേക്ക് ആവശ്യമായ അതിൻ്റെ ലേയേഴ്സിന് വേണ്ടിയിട്ട് മൈദമാവ് എടുത്തു. അതൊരു ബാറ്ററാക്കി. അത് നമ്മൾ മൈദമാവിൽ മുട്ടയും ഉപ്പും സോഡയും മാത്രം ചേർക്കണം, തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ചിക്കൻ എടുത്തു, അതിനെ വേവിച്ചു. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് സംഭവങ്ങൾ. സവാള തക്കാളി വേണ്ട, പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിനെ ലേയേഴ്സാക്കി എടുക്കുകയാണ്. നല്ല സ്മൂത്തായിട്ടിരുന്നു കേട്ടോ ബാറ്റർ. അപ്പം നമ്മൾ ലെയറാക്കി അതിനെ ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടിങ്ങനെ മാറ്റുകയാണ്. ഒരു സെക്ഷൻ അത് ചെയ്യുന്ന സമയം കൊണ്ട് അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മുടെ അതിൻ്റെ കൂട്ടിൻ്റെ പ്രോസസ്സിങ് നടക്കുകയാണ്. അപ്പോൾ ഇതൊരു 10-12 15 ഞാൻ ഇതിൽ നിന്ന് അത്ര ബാറ്ററിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഒരുപാട് സ്ലിം ആവുകയും ചെയ്യരുത്, ഒത്തിരി തിക്നെസ് ആവാനും പാടില്ല. ഈ സമയം കൊണ്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായ അതിൻ്റെ കൂട്ട് ഒന്ന് റെഡിയാക്കിയാണ്. വളരെ എളുപ്പമാണ് കേട്ടോ, നമ്മളൊന്ന് സെറ്റാക്കി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ആ കൂട്ടിൻ്റെ മാക്സിമം അതിനെ ഒരു ടേസ്റ്റോട് കൂടി എടുത്തു കഴിഞ്ഞു. അതിലേക്ക് ലാസ്റ്റ് ഒരു മിനുക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കറിവേപ്പിലേക്ക് ഇട്ടു ആ കുട്ടിയെ ഒന്ന് സുന്ദരനാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആ ശരിയാക്കി വെച്ച ലെയേഴ്സിനെ ഇങ്ങനെ ഞാൻ എണ്ണി നോക്കുകയാണ്. ഒരു സന്തോഷം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കാണാനേ ഒരേപോലെ ഇരിക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 മുട്ട എടുത്ത് നല്ലൊരു ബീറ്റ് ചെയ്ത് കുരുമുളക് പൊടി സ്വല്പം ഉപ്പും പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ ചുട്ടുവെച്ച ഓരോ ലെയേഴ്സും ഇതിൽ ഒന്ന് ചെറുതായിട്ട് ടിപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ പാനിൽ നിരത്താൻ. അപ്പം അതൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ ഒരു പാൻ എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ എന്താ നിങ്ങളെ ഓപ്ഷൻ. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഈ കുട്ടി ഇതിലങ്ങോട്ട് മുക്കി കുളിപ്പിച്ചതിന് ശേഷം ആ കുട്ടി അതിലങ്ങോട്ട് നിരത്തുക. ആ കുട്ടിക്ക് ഇത്തിരി വേദനിക്കുന്നുണ്ടാകും, എന്നാലും കുട്ടി സുന്ദരക്കുട്ടിനായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ആ ഒരു കൂട്ട് അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതുപോലെ ആ കുട്ടിയെ ഒന്ന് കുളിപ്പിക്കുക, നനയ്ക്കുക, വീണ്ടും അതിൽ നിരത്തുക. ഇതുപോലെ ഈ പ്രോസസ്സിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് എല്ലാ ലെയേഴ്സിലും മുട്ട അവിച്ച് അത് കട്ട് ചെയ്ത് ചേർക്കുന്നവരുണ്ട്. ഞാൻ ലാസ്റ്റ് ലെയറിലാണ് ഈ മുട്ട ചേർത്തത്. അതിനുശേഷം ബാക്കിയുള്ള ഒരു ലെയർ കൂടി അതിൽ ടിപ്പ് ചെയ്ത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചു. ഇത്ര കാണുമ്പോൾ തന്നെ എന്ത് രസമാണല്ലേ. ഒരു കുക്കിംഗ് ഭയങ്കര ഒരു കലയാണ് കേട്ടോ. നമ്മളത് ആസ്വദിച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു ക്ഷീണം ഫീൽ ചെയ്യത്തില്ല. ഇപ്പോൾ തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ആസ്വദിച്ചാൽ ചെയ്യുന്ന ജോലികൾ. ഇത് ലാസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ മുട്ടയുടെ കൂട്ടും കൂടെയൊക്കെ അതിൻ്റെ പുറത്തുകൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. കുറച്ച് നെയ്യും കൂടി അതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഓവൻ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ ഓവനിൽ വെച്ചില്ല. നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ കുറച്ച് ലോ ഫ്ലെയിമിൽ അടിയിലൊരു പാൻ വെച്ചിട്ട് വെച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൂപ്പറായിട്ട് നമ്മൾ അതിനെ തട്ടിയിട്ടു. ഈ തട്ടിയിടുന്ന ഭയങ്കര രസമുള്ള സംഭവം. തട്ടിയിട്ടപ്പോഴത്തേക്കുള്ള സംഭവം സെറ്റായിരുന്നു എന്നുള്ളതാണ്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. തട്ടിയിട്ടപ്പോഴത്തേക്ക് നല്ല ഒരു ടെക്സ്ചറിൽ അതിനെ കിട്ടി. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നു. അതിന് തൊട്ട് മുന്നേ ഒന്ന് ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് ഇടാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല ചൂടായിരുന്നു. അപ്പോൾ മാഷാ അല്ലാ ഒത്തിരി സന്തോഷം തോന്നി. റംസാന് നമ്മളിങ്ങനെ പല ഭക്ഷണങ്ങൾ കൊണ്ട് വരവേൽക്കുന്നത് അത് റാഹത്തുള്ള കാര്യമാണ്, ഐശ്വര്യമുള്ളൊരു കാര്യമാണ്. അതിനൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഓരോ പീസും മോനും ഞാനും മോളും എല്ലാവരും, ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉമ്മ അതൊന്നും കഴിക്കത്തില്ല. അതിൻ്റെ ഈ സൈഡിൽ വരുന്ന മുട്ടയുണ്ടല്ലോ, ഞാനൊരു മുട്ട അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ആ മുട്ടയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ മുട്ടയൊക്കെ ഒന്ന് കടിച്ചു ഒരു 2 ലെയർ ഞാൻ കഴിച്ചു. റാഹത്തായിട്ട് നോമ്പ് തുറക്കുകയാണ് മക്കൾസെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.